ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ്. ഇനി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം മതിയെങ്കിൽ STD 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1, റീഡ് ദ ഫോളോയിങ് പോയം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. നമുക്ക് താഴെ ഒരു ചെറിയ പോയം തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് നമുക്ക് അതിന് താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ പോയം വായിച്ചു നോക്കാം. 1 by 1 hurrah, carrying their food, they work hard every day, in a line they follow, to their home so neat, gathering all the crumbs for their tasty treat, working together always, in sunshine or in rain, the busy little ants never complain. അപ്പോൾ ഉറുമ്പുകൾ അവർക്ക് വേണ്ട ഭക്ഷണം കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് അല്ലേ ഒരു പോയത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണ് 1 by 1 ഹുറ, ഓരോരുത്തരായിട്ട് എങ്ങനെ പോവുകയാണ്, ക്യാരിങ് ദെയർ ഫുഡ്, അവരുടെ ഭക്ഷണം ക്യാരി ചെയ്തുകൊണ്ട് പോവുകയാണ്. ദേ വർക്ക് ഹാർഡ് എവറി ഡേ, എല്ലാ ദിവസവും അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നു. ഇൻ എ ലൈൻ ദേ ഫോളോ, ഒരു വരിയിൽ തന്നെ അവർ ഫോളോ ചെയ്യുന്നു. ടു ദെയർ ഹോം സോ നീറ്റ്, അവരുടെ വീട്ടിലേക്കാണ് അവർ പോകുന്നത്. ഗ്യാതറിങ് ഓൾ ദ ക്രംസ്, എല്ലാ പൊട്ടുപൊടികളെല്ലാതും കൂടെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട്. ഫോർ ദെയർ ടേസ്റ്റി ട്രീറ്റ്, അവരുടെ ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. വർക്കിംഗ് ടുഗെദർ ഓൾവേസ്, എല്ലാ സമയവും അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ഇൻ സൺഷൈൻ ഓർ ഇൻ റെയിൻ, മഴയായാലും വെയിലായാലും, അതായത് എല്ലാ സമയത്തും. ദ ബിസി ലിറ്റിൽ ആൻഡ്സ് നെവർ കംപ്ലൈൻറ്റ്, ഈ തിരക്ക് പിടിച്ച ഉറുമ്പുകൾ ആരോടും ഒരു പരാതിയും പറയുന്നില്ല. നെവർ കംപ്ലൈൻറ്റ്, ഒരിക്കലും പരാതിപ്പെട്ടിട്ടില്ല. ഇനി നമുക്ക് ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. Question 1, what do the ants carry? ഉറുമ്പുകൾ എന്താണ് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത്? Their food, അവരുടെ ഭക്ഷണമാണല്ലേ. Question 2, how do the ants move to their home? ഉറുമ്പുകൾ അവരുടെ വീട്ടിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? In a line, ഒരു വരിയിലൂടെയാണ് പോകുന്നത്. Question 3, what do the ants gather for? അവർ എന്തിനാണ് ഈ ഫുഡ് ഗ്യാദർ ചെയ്ത് കൊണ്ടുപോകുന്നത്? For their tasty treat, അവരുടെ ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. Question 4, when do the ants work hard? ഉറുമ്പുകൾ എപ്പോഴാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്? ഇൻ എവ്രി ടൈം, ഇൻ സൺഷൈൻ ഓർ ഇൻ റെയിൻ അല്ലേ. Question 5, pick out 2 pairs of rhyming words from the poem. ഈ പോയത്തിൽ നിന്ന് 2 സെറ്റ് ഓഫ് റൈമിംഗ് വേർഡ്സ് പിക്ക് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെയിം സൗണ്ടിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സ് ആണ് കേട്ടോ. ഇപ്പം നീറ്റ്, ട്രീറ്റ്, ക്രംസ്, ഓൾവേസ്, അത് രണ്ടും അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. വേറെയും എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ ഇതിൽ. ആക്ടിവിറ്റി 2, കോൺവെർസേഷൻ. I'm sorry, I wish I could give you something, but I have nothing left. I'm just an old stump. The tree was very sad. അപ്പോൾ നമ്മളുടെ ഗിവിങ് ട്രീ എന്നുള്ളതിലെ ഒരു ചെറിയ പോർഷനാണ്. ഈ ട്രീ പറയുന്ന അവസാനത്തെ സെൻറ്റൻസ് ആണല്ലേ. എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്കതിന് കഴിയില്ല. ഞാനിപ്പോൾ ഒരു സ്റ്റമ്പ് മാത്രമാണ്, ഒരു കുറ്റി മാത്രമാണ്. ദ ഓൾഡ് മാൻ വാസ് വെരി സാഡ് ആസ് ഹി വാസ് ദ റീസൺ ബിഹൈൻഡ് ദ സോറോഫുൾ കണ്ടീഷൻ ഓഫ് ദ ട്രീ. ഈ മരത്തിന്റെ ഇത്രയ്ക്ക് പരിതാപകരമായിട്ടുള്ള അവസ്ഥയ്ക്ക് താനാണല്ലോ കാരണം എന്ന് ഈ ഓൾഡ് മാൻ എന്തായി ചിന്തിച്ചു. ഹി സെഡ് സോറി ടു ദ ട്രീ ആൻഡ് ബിഗാൻ ടു സ്പീക്ക്. അദ്ദേഹം ആ മരത്തിന്റെ ആ സ്റ്റമ്പിനോട് സോറി പറഞ്ഞ് അവർ സംസാരിക്കാനായിട്ട് തുടങ്ങി. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ട്രീ ആൻഡ് ദ ഓൾഡ് മാൻ, അവർ രണ്ടും തമ്മിൽ സംസാരിക്കാനിടയുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മാൻ, പ്ലീസ് ഫോർഗീവ് മീ, എന്നോട് ക്ഷമിക്കൂ. ട്രീ, ഫോർ വാട്ട്, എന്തിന്? മാൻ, യു ഹാവ് ഹെൽപ് മീ എ ലോട്ട്, ഇൻസ്റ്റെഡ് ഐ ഓൺലി ഗേവ് യു പെയിൻ. നീ എന്നെ ഒരുപാട് സഹായിച്ചു, പക്ഷേ പകരം നിനക്ക് വേദന മാത്രമാണ് എനിക്ക് തരാനായിട്ട് സാധിച്ചത്. ട്രീ, ഹൗ യു ഹേർട്ട് മീ, നിങ്ങൾ എന്നെ എങ്ങനെ വേദനിപ്പിച്ചു എന്നാ പറയുന്നത്? മാൻ, ഐ കട്ട് ഓഫ് ഓൾ യുവർ ബ്രാഞ്ചസ് ആൻഡ് ട്രങ്ക്സ്. ട്രീ, ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു സെർവ് യു. അപ്പോൾ മാൻ പറയാൻ, ഞാൻ നിന്റെ എല്ലാ ബ്രാഞ്ചസും ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്തല്ലോ. ട്രീ, ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു സെർവ് യു ആൻഡ് ഐ എം സോ ഗ്ലാഡ് വൈൽ ഹെൽപ്പിംഗ് യു. എൻ്റെ ഡ്യൂട്ടിയാണ് നിങ്ങളെ സഹായിക്കുക എന്നുള്ളത്. മാത്രമല്ല നിന്നെ സഹായിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷവുമുള്ള കാര്യമാണ്. മാൻ, യു ആർ ദ ഓൺലി ഫ്രണ്ട് ദാറ്റ് ഐ ഹാഡ് ആൻഡ് ഐ ഹാവ്. എനിക്ക് ഉണ്ടായിരുന്നതും എനിക്കിപ്പോൾ ഉള്ളതുമായിട്ടുള്ള എൻ്റെ ആകെ ഒരു ഫ്രണ്ട് നീ മാത്രമാണ്. ട്രീ, ഐ ആം വെരി ഹാപ്പി ടു ഹാവ് യു ആസ് മൈ ഫ്രണ്ട്, താങ്ക് യു. ട്രീ എന്ത് പറഞ്ഞു? എനിക്കും അതുപോലെ തന്നെയാണ്, നിന്നെ ഒരു സുഹൃത്തായി കിട്ടിയതിന് എനിക്കൊരുപാട് സന്തോഷമുണ്ട്, താങ്ക് യു, നന്ദി പറയാണ് അല്ലേ. അപ്പോൾ ഒരു ലൈറ്റ്ലി കോൺവെർസേഷൻ ഇങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്. ആക്ടിവിറ്റി 3, തോട്ട്സ്. പാറു ക്ലോസ്ഡ് ഹെർ ഐസ് ആൻഡ് ഇമാജിൻഡ് ഹെർ മദേഴ്സ് കംഫർട്ടിംഗ് പ്രസൻസ് ബിസൈഡ് ഹെർ. പാറു കണ്ണുകൾ അടച്ചിട്ട് എന്തായി, അവളുടെ അമ്മയുടെ സാന്നിധ്യം അടുത്തുണ്ടെന്നുള്ള രീതിയിൽ മണ്ണ് തൊടുമ്പോൾ അവൾക്ക് ആ സാന്നിധ്യം കിട്ടുന്നുണ്ട് അല്ലേ. ഷി ലേ ഓൺ ദ ഗ്രൗണ്ട്, അവൾ ആ മണ്ണിൽ കിടന്നു. ഫീലിംഗ് ആസ് ഇഫ് ഷി വർ എ ചൈൽഡ് വൺസ് മോർ, അവളൊരു കുട്ടിയാണെന്നുള്ളത് പോലെ
റെസ്റ്റിംഗ് ഇൻ ഹെർ മദേഴ്സ് ലാപ്പ്, അമ്മയുടെ മടിത്തട്ടിൽ കിടക്കുന്നത് പോലെ. റീകോളിംഗ് ദ ചെറിഷ്ഡ് മൊമെന്റ്സ് ദേ ഹാഡ് സ്പെൻഡ് ടുഗെദർ, അവരൊരുമിച്ചുള്ള, പാറുവും അമ്മയും ഒരുമിച്ചുള്ള നല്ല നിമിഷങ്ങൾ ആലോചിച്ചുകൊണ്ട് പാറു അങ്ങനെ നിലത്ത് കിടന്നു. റൈറ്റ് ദ തോട്ട്സ് ഓഫ് പാറു, ആ സമയത്ത് പാറു എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് അവളുടെ പാറുവിന്റെ തോട്ട്സ് എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഓ ഡിയർ ഗോഡ്, വൈ ഡിഡ് യു കോൾ മൈ മദർ ഏർലിയർ, ദൈവമേ എന്തിനാണ് എൻ്റെ അമ്മയെ നേരത്തെ തന്നെ അങ്ങോട്ട് വിളിച്ചത്. ഇഫ് മൈ മദർ വാസ് സ്റ്റിൽ വിത്ത് മീ ഐ വുഡ് ബി വെരി ഹാപ്പി, എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചേനെ. ഐ കുഡ് ഷെയർ ഓൾ മൈ ജോയ്സ് ആൻഡ് സോറോസ് വിത്ത് മൈ മദർ, എൻ്റെ എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും അമ്മയുമായിട്ട് എനിക്ക് പങ്കുവെക്കാമായിരുന്നു. ഐ കുഡ് ഹാവ് ബ്രോട്ട് മൈ മദർ ടു ദ ഫീൽഡ് അലോങ് വിത്ത് മൈ ഇച്ചുവമ്മ, ഇച്ചുവമ്മയോടൊപ്പം എൻ്റെ അമ്മയെയും എനിക്കിതുപോലെ പാടത്തേക്ക് കൊണ്ടുവരാമായിരുന്നു. ഫാദർ ഈസ് ഹാവിങ് എ ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ് വിത്തൗട്ട് യു മൈ മോം, അമ്മയില്ലാതെ അച്ഛൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇഫ് മോം വാസ് സ്റ്റിൽ വിത്ത് മീ വി കുഡ് ഹാവ് ലിവ്ഡ് ഇറ്റ് ഹാപ്പിലി ടുഗെദർ, അമ്മ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് 3 പേർക്കും കൂടെ സന്തോഷത്തോടെ ജീവിക്കാമായിരുന്നു. മോം ഐ മിസ് യു സോ മച്ച്, ഞാൻ അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആക്ടിവിറ്റി 4 ഗ്രീറ്റിംഗ് കാർഡ്. പാറു ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ഇച്ചു അമ്മാസ് 68th ബർത്ത്ഡേ. ഇച്ചുവമ്മയുടെ 68ാമത്തെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പാറു തീരുമാനിച്ചു. ഷീ പ്രിപ്പയർഡ് എ ബ്യൂട്ടിഫുൾ ബർത്ത്ഡേ ഗ്രീറ്റിംഗ് കാർഡ് ഫോർ ഹർ ഗ്രാൻഡ്മ. അമ്മയ്ക്ക് വേണ്ടിയിട്ട്, വലിയ മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് പാറു എന്ത് ചെയ്തു, നല്ല മനോഹരമായിട്ടുള്ള ബർത്ത്ഡേ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കി. പ്രിപ്പയർ ദ ഗ്രീറ്റിംഗ് കാർഡ്, ഗ്രീറ്റിംഗ് കാർഡ് ലൈറ്റ്ലി പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ ക്വട്ടേഷൻ മാത്രം എഴുതുന്നുള്ളൂ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ വരച്ചിട്ട് വേണം കേട്ടോ ഗ്രീറ്റിംഗ് കാർഡ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. നോക്കിക്കേ, ഞാനിവിടെ ഏകദേശം എഴുതി കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഗ്രീറ്റിംഗ് കാർഡിൽ കൊടുക്കുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ഇച്ചു അമ്മ, ഐ ലവ് യു സോ മച്ച്, യുവർ ലവ് ആൻഡ് ഫെയ്ത്ത് ഹാവ് ഇൻസ്പയർഡ് മീ എ ലോട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് കുറച്ച് പിക്ചേഴ്സ് ഒക്കെ വരച്ചാൽ നന്നായിരിക്കും കേട്ടോ. ആക്ടിവിറ്റി 5 എഡിറ്റിംഗ്. എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്. താഴെ തന്നിട്ടുള്ള ഒരു പാസേജ് ഉണ്ട്, അത് എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വെൻ ഐ ഗേവ് ദ പിക്ചർ ഓഫ് വാട്ടർ ടു ദ ഓൾഡ് മാൻ ഹി ഡിഡ് സംതിങ് അമേസിങ്. ഞാൻ വെള്ളത്തിൻ്റെ കുടം ആ ഓൾഡ് മാന് കൊടുത്തപ്പോൾ അദ്ദേഹം ഒരു അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം ചെയ്തു. അപ്പോൾ ഇവിടെ പിക്ചർ എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് ആണ് തെറ്റ്, PITCHER ആണ് കേട്ടോ പിക്ചർ. ഹി ഗോട്ട് അപ്പ് വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽട്ടി. ഹി ഗോട്ട് അപ്പ്, അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടോട് കൂടിയിട്ട് എഴുന്നേറ്റു. അപ്പോൾ ഹി എന്നുള്ളത് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാണ്, അതുകൊണ്ട് തന്നെ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ. അപ്പോൾ ഹി എന്നുള്ളതിൻ്റെ H ക്യാപിറ്റൽ ആയിരിക്കും. ഇൻസ്റ്റെഡ് ഓഫ് ഡ്രിങ്കിങ് ദ വാട്ടർ, വെള്ളം കുടിക്കുന്നതിന് പകരം ഹി വോക്ക് അപ്പ് ടു ദ വിതേർഡ് സാപ്ലിംഗ് ഓൺ എ മാംഗോ ട്രീ. ഹി വോക്ക് അപ്പ് ടു ദ, അപ്പോൾ അദ്ദേഹം നടന്നു എന്നാണ് വേണ്ടത്. അപ്പോൾ വോക്ക് എന്നല്ല വോക്ക്ഡ്, അതിൻ്റെ സെക്കൻഡ് ടെൻസ് ആയിട്ടുള്ള പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള വോക്ക്ഡ് എന്നാണ് വരിക കേട്ടോ. വോക്ക്ഡ് അപ് ടു എ വിതേർഡ് സാപ്ലിംഗ് ഓൺ എ മാംഗോ ട്രീ, അപ്പോൾ ഒരു മാംഗോയുടെ തൈൻ്റെ അടുത്തേക്ക് നടന്നു എന്നാണ്. അപ്പോൾ ഓഫ് എ മാംഗോ ട്രീ, മാംഗോയുടെ എന്നല്ല വരിക. സോ ഓഫ് എ മാംഗോ ട്രീ ഇറ്റ് ഹാഡ് സ്പ്രൗട്ടഡ് ദ സീഡ് ഫ്രം വിച്ച് ഹാഡ് ബീൻ ത്രോൺ എവേ ബൈ എ വേഫാറർ. അത് ആ മരം എങ്ങനെ ഉണ്ടായതാണ്, ആരോ ഒരാൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ വിത്തിൽ നിന്നുണ്ടായതാണ്. സോ സ്പ്രൗട്ടഡ് ഫ്രം ദ സീഡ്, അവിടെ സെൻറ്റൻസിൻ്റെ ഓർഡർ ആണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ദ സീഡ് ഫ്രം എന്നല്ല വരെ ഫ്രം ദ സീഡ്. ഓക്കെ, അങ്ങനെയാണ് ഇത് എഡിറ്റ് ചെയ്യുക. Question 6 ലെറ്റർ. ബിൽ ആൻഡ് മെഗ് സ്പെൻഡ് എ ഡേ ടുഗെദർ അറ്റ് ഗ്രാൻഡ്പാസ് ഫാം ഹെൽപ്പിംഗ് ഹിം വിത്ത് ദ ഫാം വർക്ക്. അപ്പോൾ ബില്ലിനെ മെഗിനെ ഓർക്കുന്നില്ല മക്കളെ? അവർ ഗ്രാൻഡ്പയുടെ ഫാമിൽ ഒരു ദിവസം മുഴുവൻ അവർ ഗ്രാൻഡ്പയെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ദിവസം സ്പെൻഡ് ചെയ്ത് നമ്മൾ കണ്ടു അല്ലേ. വൈൽ ദേ വർ ബിസി ദ ബീസ് ഗോട്ട് ഡിസ്റ്റർബ്ഡ് ആൻഡ് അറ്റാക്ക്ഡ് ദ ബോയ്സ്. അങ്ങനെ അവർ ബീ ഹൈവിലേക്ക് പോകുന്ന സമയത്ത് ബീസ് അവരെ അറ്റാക്ക് ചെയ്തതും അവർ സ്ട്രീമിലേക്ക് ചാടിയതൊക്കെ നമ്മൾ വായിച്ചു അല്ലേ. Bill wrote a letter to his friend narrating all the incidents happened on that day. Prepare the likely letter. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ബില്ല് അവൻ്റെ ഫ്രണ്ടിനൊരു ലെറ്റർ എഴുതി. ആ ലെറ്റർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ലെറ്റർ എഴുതുമ്പോൾ ആദ്യം എന്ത് ശ്രദ്ധിക്കുക, പ്ലേസും ഡേറ്റും ഇട്ട് കൊടുക്കുക കേട്ടോ. ഡിയർ ജാക്ക്, ഞാനിവിടെ ഫ്രണ്ടിൻ്റെ പേര് ജാക്ക് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഡിയർ ജാക്ക്, ഇറ്റ്സ് മീ ബിൽ, ഞാൻ ബില്ലാണ്. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, നിനക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഐ ആം കംപ്ലീറ്റ്ലി ഫൈൻ ഹിയർ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഹൗ ഇസ് യുവർ വെക്കേഷൻ ഡേയ്സ്, നിൻ്റെ വെക്കേഷൻ ദിവസങ്ങളൊക്കെ എങ്ങനെയുണ്ട്? മൈ വെക്കേഷൻ ഡേയ്സ് ആർ സിംപ്ലി ഓസം, എൻ്റെ വെക്കേഷൻ ദിവസങ്ങളൊക്കെ എന്താണ്, സൂപ്പറാണ്, അടിപൊളിയാണ്. ഐ എം സ്റ്റേയിങ് വിത്ത് മൈ ഗ്രാൻഡ്പാ, ഞാൻ എൻ്റെ മുത്തശ്ശനോട് കൂടിയാണ് താമസിക്കുന്നത്. ഹി ഹാസ് എ ബ്യൂട്ടിഫുൾ ഫാം, അദ്ദേഹത്തിന് നല്ല മനോഹരമായൊരു ഫാമുണ്ട്. ഹി ഹാസ് മെനി ആനിമൽസ് ആൻഡ് ബേർഡ്സ് ഇൻ ഹിസ് ഫാം, ഒരുപാട് ആനിമൽസും ബേർഡ്സും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഫാമിലുണ്ട്. മെഗ് ആൻഡ് ഐ സ്പെൻഡ് അവർ ഫ്രീ ടൈം ഓൺ ദ ഫാം, മെഗും ഞാനും ഞങ്ങളുടെ ഫ്രീ ടൈം ഒക്കെ ഈ ഫാമിലാണ് സ്പെൻഡ് ചെയ്യാറുള്ളത്. വി ഹെൽപ്പ് ഗ്രാൻഡ് ഫാദർ ഇൻ മെനി വേസ് ഓൺ ദ ഫാം, ഞങ്ങൾ ഗ്രാൻഡ് ഫാദറിന്
പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്ന ഇൻ ദ ഫാം ആണ്, ഇൻ ദ ഫാമിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. പ്രീവിയസ് ഡേ കഴിഞ്ഞ ദിവസം പോലും മീ ആൻഡ് മെഗ് സോഡ് കോൺ സീഡ് ഓൺ ദ ഫീൽഡ്, ഞാനും മെഗും കൂടെ കമ്പത്തിന്റെ വിത്തുകൾ എന്ത് ചെയ്തു, വിതച്ചു, ഫാമിൽ വിതച്ചു. വി ഫെഡ് ദ ആനിമൽസ്, ഞങ്ങൾ ആനിമൽസിന് ഫീഡ് ചെയ്തു, ഭക്ഷണം കൊടുത്തു. മൈ ഗ്രാൻഡ് പാ ഹാസ് സം ബീസ് ടു, എൻ്റെ ഗ്രാൻഡ് പായ്ക്ക് കുറച്ച് തേനീച്ചകളും ഉണ്ട്. വി വെന്റ് ടു സീ ദ ബീസ്, ഞങ്ങൾ അങ്ങനെ തേനീച്ചകളെ കാണാനായിട്ട് പോയി. ഗ്രാൻഡ് പാ ഓൾറെഡി വോൺ മീ ദാറ്റ് ഡു നോട്ട് ഡിസ്റ്റർബ് ബീസ്, ഗ്രാൻഡ് പാ ആ തേനീച്ചകളെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് എന്നോട് ഓൾറെഡി വോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് വി വെൻ നിയർ ദ ബീസ് സീക്രറ്റ്ലി, പക്ഷെ ഞങ്ങൾ വളരെ രഹസ്യമായിട്ട് ആ ബീസിന്റെ അടുത്തേക്ക് പോയി. ഐ സ്റ്റെപ്ഡ് ഓൺ എ ലോഗ് ആൻഡ് പീപ്ഡ് ഇൻ ടു ദ ബീ ഹൈവ്, ഞാനൊരു അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തടിയിൽ കയറി നിന്നിട്ട് ബീ ഹൈവിലേക്ക്, തേനീച്ച കൂട്ടിലേക്ക് എത്തി നോക്കി. ഐ ഫെൽ ഓഫ് ദ ബീ ലോക്ക്, ഞാൻ ആ മരത്തടിയിൽ നിന്ന് പെട്ടെന്ന് താഴെ വീണു. ദ ബീസ് വർ ഡിസ്റ്റർബ്ഡ്, അപ്പോൾ തേനീച്ചകൾ എന്തായി, അവരെ ശല്യപ്പെടുത്തി. ദ ഫ്ലൂ ആഫ്റ്റർ മീ ആൻഡ് മെഗ്, അവർ എൻ്റെയും മെഗിൻ്റെയും പിന്നാലെ പറന്നു. ദർ ഇസ് എ സ്ട്രീം ഇൻ ദ ഫാം, ആ ഫാമിൽ എന്തുണ്ടായിരുന്നു, ഒരു സ്ട്രീം ഉണ്ടായിരുന്നു, ചെറിയ അരുവി ഉണ്ടായിരുന്നു. വി ജംപ്ഡ് ഇൻ ടു ദ സ്ട്രീം, ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ സ്ട്രീമിലേക്ക് ചാടി. ദ സ്ട്രീം വാസ് നോട്ട് സോ ഡീപ്പ്, ആ സ്ട്രീം വലിയ ആഴമുണ്ടായിരുന്നില്ല. ദ ബീസ് ഫ്ലൂ ബാക്ക് ടു ദെയർ ഹൈവ്, തേനീച്ചകൾ അവരുടെ കൂട്ടിലേക്ക് തന്നെ തിരിച്ചു പറന്നു. ഗ്രാൻഡ് പാ റാൻ ടു ദ സ്ട്രീം ആൻഡ് ഹെൽപ്ഡ് അസ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഫ്രം ദ സ്ട്രീം, ഗ്രാൻഡ് പാ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരെയും ആ സ്ട്രീമിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് സഹായിച്ചു. വി റിയലി സ്കെയർഡ്, ഞങ്ങൾ ശരിക്കും പേടിച്ചു. ഐ നെവർ അഗെയിൻ ഡിസൊബേ മൈ എൽഡേഴ്സ്, ഞാനിനി ഒരിക്കലും മുതിർന്നവർ പറഞ്ഞത് അനുസരിക്കാതിരിക്കില്ല. യു ഷുഡ് ഓൾസോ ലൈക്ക് ദാറ്റ്, നീയും അങ്ങനെ തന്നെ ആവണം. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു യു ടു സേ ദിസ്, ഞാനിത് പറയാനാണ് നിനക്ക് ഈ ലെറ്റർ എഴുതിയത്. ഹോപ്പ് ടു സീ യു സൂൺ, നിന്നെ വൈകാതെ കാണാമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നിർത്തുന്നു. ലവിംഗ്ലി ബിൽ. ആക്ടിവിറ്റി 7 സ്റ്റോറി റൈറ്റിംഗ്. റൈറ്റ് എ സ്റ്റോറി ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് പിക്ചേഴ്സ്. നമുക്ക് താഴെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. പിക്ചേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു ചെറിയ സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മക്കളെ പിക്ചർ ശരിക്കും കണ്ടോ? നമുക്കിനി സ്റ്റോറി എങ്ങനെ വരുന്നതെന്ന് ജസ്റ്റ് എഴുതി നോക്കാം. അപ്പു വാസ് പ്ലേയിങ് ഇൻ ദ യാർഡ്. ഞാൻ ഇതിലെ ക്യാരക്ടറിന് അപ്പു എന്നാണ് കേട്ടോ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പു ഒരു ദിവസം മുറ്റത്ത് കളിക്കുകയായിരുന്നു. വെൻ ഹി സോ എ പീജിയൻ ലൈങ് ഓൺ ദ ഗ്രൗണ്ട് ഹി ടുക്ക് ഇറ്റ് ആൻഡ് വെന്റ് ഹോം. അവൻ എന്ത് ചെയ്തു, ഒരു പീജിയൻ, ഒരു പ്രാവ് താഴെ നിലത്ത് കിടക്കുന്നത് കണ്ടു. അവൻ അതിനെടുത്ത് വീട്ടിലേക്ക് പോയി. ഹു പുട്ട് ദാറ്റ് പീജിയൻ ഇൻ എ ബ്യൂട്ടിഫുൾ കേജ്. അവൻ ആ പീജിയണിനെ നല്ല മനോഹരമായിട്ടുള്ള ഒരു കൂട്ടിൽ അടച്ചു. ഹി ഗേവ് ഫുഡ് ഫോർ ദ പീജിയൻ. അവൻ ആ പീജിയണിന് ഭക്ഷണം കൊടുത്തു. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, അപ്പു സോ ദാറ്റ് മെനി അതർ പീജിയൻസ് ഹാഡ് കം ടു സീ ദാറ്റ് പീജിയൻ. അവന്റെ കൂട്ടിൽ കിടക്കുന്ന പ്രാവിനെ കാണാനും മറ്റനേകം പ്രാവുകൾ വരുന്നതായിട്ട് അവന് കണ്ടു. അപ്പു സോ ദാറ്റ് ആൻഡ് റിലീസ്ഡ് ഹിസ് പീജിയൻ. അപ്പോൾ അത് കണ്ടതും അവൻ എന്ത് ചെയ്തു, കൂട്ടിലടച്ച ആ പ്രാവിനെ പുറത്തേക്ക് തുറന്നു വിട്ടു. അപ്പൊ മക്കളെ, ഇത് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏകദേശം ഉള്ള ഒരു മോഡലാണ് കേട്ടോ. ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നല്ലതുപോലെ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ നോക്കുക, ആൻസേഴ്സ് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളതെല്ലാം. മറ്റു വിഷയങ്ങളുടെ നമ്മളുടെ മറ്റു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം വൈകാതെ അപ്ലോഡ് ചെയ്യാം. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്